കാരണമായിട്ടുണ്ടെങ്കിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചാലും ഖബറിലേക്ക് കിട്ടുന്ന വലിയൊരു പുണ്യ. നമ്മളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ, പ്രസംഗം മാത്രമല്ല ദഅവത്ത്, നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കെങ്കിലും ഒരു വെളിച്ചം കിട്ടാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും പടച്ചോന്റെ മാർഗത്തിലേക്ക് മനസ്സുകൊണ്ട് ചേക്കേറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ കോടതിയിൽ അതൊരു വമ്പിച്ച കൂലിയായി പടച്ച റബ്ബ് നമുക്ക് തിരിച്ചു നൽകുമ്പോൾ ആ തിരിച്ചു നൽകപ്പെടുന്ന റബ്ബിന്റെ പുണ്യത്തിന്റെ മുൻപിൽ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നേടി മടങ്ങിയവരാ മുൻഗാമികളായ പലരും. അതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ എത്ര ധൈര്യത്തിൽ ഇവിടെ വിശ്വാസത്തിൽ നിൽക്കുന്നത്. 1950കളിലും 21ലും കേരള ഐക്യസംഘം വരുന്ന കാലഘട്ടത്തിലൊക്കെ കേരളത്തിന്റെ അവസ്ഥ വളരെ ഇരുണ്ട അവസ്ഥയായിരുന്നു. 9 മാസം ഗർഭിണികളായ പെൺകുട്ടികളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിൽ എഴുതി കുടിപ്പിച്ച് ആ പള്ളിന്റെ മിനാരത്തിന്റെ താഴെ കിടന്നു മരിച്ച 100 കണക്കിന് പെൺമക്കളുടെ ചരിത്രം കേരളത്തിലുണ്ട്. അപസ്മാരം ബാധിച്ച പൈതലിനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉസ്താദുമാര് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ഏലസ് കെട്ടിയിട്ടും മരുന്ന് കഴിക്കാൻ പാടില്ലെന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മക്കള് വാപ്പാന്റെ മടി കടന്നു മരിച്ച 100 കഥകൾ കേരളത്തിലുണ്ട്. എന്തിന്? നമ്മളെ തൊട്ടു മുൻപുള്ള വല്യമ്മമാരുടെ ചരിത്രം പരിശോധിച്ചാൽ പോലും കുഞ്ഞായിഷ എന്ന് സ്വന്തം പേരെഴുതി ഒരു ഒപ്പിടാൻ അറിയാത്ത, സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കരുതെന്നും പഠിക്കുന്നത് ഹറാമാണെന്നും മദ്രസ പോലും തുടങ്ങരുതെന്നും പഠിപ്പിച്ച ഒരു ജനതയെ ഈ കാണുന്ന വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി അന്നത്തെ പണ്ഡിതവര്യരായ ത്യാഗിവര്യന്മാര് നയിച്ച ജീവിതം എത്ര സങ്കടപ്പെട്ടതായിരുന്നു എന്നറിയോ?